സിപിഐഎമ്മിനെയും സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമെന്നാണ് SFIO നടപടിയെ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരില്ല. SFIO നടപടി രാഷ്ട്രീയ പ്രേരിതം എന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. 3 വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ടെത്തിയ കേസാണിത് എന്നും മന്ത്രി പറയുകയാണ്. ഹൈക്കോടതി വളരെ വിശദമായി വാദങ്ങൾ കേട്ടുകൊണ്ട് ഹൈക്കോടതിയും വിധിയെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും 4 കോടതികൾ, 3 വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും വളരെ വ്യക്തമായി തന്നെ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് മറികിയിട്ടുള്ള കേസാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി ഗവൺമെൻറ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ്. ദീപക് ധർമ്മടമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ആ വാർത്ത, അതിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പുറത്തേക്ക് വരുന്നത് യാദൃശ്ചികമാണെന്ന് CPM കരുതുന്നുണ്ടോ ദീപക്? യഥാർത്ഥത്തിൽ ഇതിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കലല്ല നടന്നിരിക്കുന്നത്. SFIOയുടെ ഈ നടപടിക്രമങ്ങൾക്ക് കോർപ്പറേറ്റ് മന്ത്രാലയം അനുമതി നൽകണം. അതൊരു നടപടിക്രമമാണ്. സ്വാഭാവികമായും കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരത്തിൽ ഒരു നടപടിക്ക് തയ്യാറാകുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഒരു കേസിലാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിൽക്കുന്നു. ആ ഹർജിയിൽ നടപടികൾ പെട്ടെന്നുണ്ടാകില്ല എന്നാണ് ഈ ഏജൻസി തന്നെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലവും. ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഇതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് CPIMൻ്റെ തീരുമാനം. ഇന്നലെ രാത്രി തന്നെ CPIMൻ്റെ മുതിർന്ന നേതാക്കൾ തമ്മിൽ ഇതിൻ്റെ ഒരു കൂടിയാലോചന അനൗദ്യോഗികമായി നടന്നിരുന്നു. മുതിർന്ന PB അംഗങ്ങളും മറ്റുമാണ് ഇക്കാര്യത്തിൽ സംസാരിച്ചത്. ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരേ നിലപാട്, അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാഷ്ട്രീയമായി കേരളത്തിലെ സർക്കാരിനെ നേരിടാൻ സാധിക്കാത്തതുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ്. മാത്രവുമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ പാർട്ടി PBയും ഈ വിഷയം 2 ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുതുതായൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. മാത്രവുമല്ല, ഈ ധനകാര്യ ഏജൻസിയുടെ അന്വേഷണത്തിനെ തുടർന്ന് അടുത്ത EDയും ഇതിലേക്ക് എത്തും എന്നുള്ള വിവരം കൂടി ആ ഘട്ടത്തിൽ PBയിൽ പിണറായിയും അതുപോലെ തന്നെ വിജയരാഘവനും പറഞ്ഞതാണ്. അത് ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയമായി കേരളത്തിലെ സർക്കാരിനെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ, അതിലൂടെ പാർട്ടിയെ തന്നെയാണ്. ഈ വിശദീകരണവുമായി കൃത്യമായ പ്രചരണം നടത്താൻ വേണ്ടിയാണ് CPIMൻ്റെ തീരുമാനം. ഹാഷ്മി. ശരി, ദീപക് ധർമ്മടമാണ് മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നേക്കുന്നതാണ്. ഇതിലൊരു ചാർജ് പേപ്പർ വന്നായിരുന്നു. ആ ചാർജ് പേപ്പറിൽ ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണ്, എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ, ഫ്രോഡുലൻ നമ്പർ 1, ഫ്രോഡുലൻ നമ്പർ 2, ഫ്രോഡുലൻ നമ്പർ 3 തുടങ്ങിയ ഒരു ചാർജ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ പാർട്ടി കോൺഗ്രസ് സമയത്ത് പുറത്തേക്ക് വരുന്നതിൽ CPM എന്തെങ്കിലും ഗൂഢാലോചന കാണുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല.